Next chapter is chemical bonding and molecular structure. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് കെമിക്കൽ ബോണ്ട് എന്താണെന്നുള്ളതാണ്. അതിൻ്റെ ഡെഫിനേഷൻ ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, മനസ്സിലാക്കി വയ്ക്കാം. ഇവിടെ കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ വേരിയസ് കോൺസ്റ്റിറ്റ്യുവൻസ്, അതായത് വേരിയസ് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ ആറ്റംസ്, അയോൺസ് ഒക്കെ വരാം. ഇതിനെ ഹോൾഡ് ചെയ്യണ അട്രാക്റ്റീവ് ഫോഴ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് കെമിക്കൽ ബോണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ട് വരുന്നുണ്ട്. അയണിക് ബോണ്ട്, കോവലൻറ്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട്, ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. നെക്സ്റ്റ് ഈസ് കോസൽ-ലൂയിസ് അപ്രോച്ച്. കോസൽ-ലൂയിസ് അപ്രോച്ച് അനുസരിച്ച് ദ ഫോർമേഷൻ ഓഫ് കെമിക്കൽ ബോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇപ്പോൾ ഇതിലെ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കേർണൽ എന്നാണ് പറയുന്നത്. അതായത് ന്യൂക്ലിയസും ഇന്നർ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസും കൂടി ചേർന്നാൽ കേർണൽ ഫോം ചെയ്യും. അതിനു ചുറ്റും ഔട്ടർ ഷെല്ല് ഇലക്ട്രോൺസ് വരും. ഈ ഔട്ടർ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് ആണ് ഓക്യുപ്പൈ ചെയ്യുക. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഒരു ക്യൂബിൻ്റെ കോർണേഴ്സിൽ ആണ് ഓക്യുപ്പൈ ചെയ്യുക. അപ്പോൾ അതായത് ഉള്ളിൽ ഞാൻ കെ എന്ന് കാണിച്ചിരിക്കുന്നത് കേർണലാണ്. അപ്പോൾ കേർണലിന് ചുറ്റുമുള്ള ക്യൂബ്, ഒരു ക്യൂബിന് 8 കോർണറാണ് വരിക. 1 2 3 4 5 6 7 8. അപ്പം ഇങ്ങനെയുള്ള ഈ 8 കോർണറിലായിട്ടാണ് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുക. ഇപ്പോൾ സോഡിയം ആറ്റത്തിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓൺലി 1 ഇലക്ട്രോൺ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ആ ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യും. നോബിൾ ഗ്യാസസ് ആണെങ്കിൽ അവിടെ 8 ഇലക്ട്രോൺസ് വരുന്നുണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അപ്പോൾ ഈ 8 കോർണറിലും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ല. നെക്സ്റ്റ് വരുന്നത് ലൂയിസ് സിമ്പിൾ. ലൂയിസ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിലുള്ള അതിലെ ഒരു ആറ്റത്തിലുള്ള വാലൻസ് ഇലക്ട്രോൺസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂയിസ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യൂ. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ലൂയിസ് സിമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഹൈഡ്രജൻ്റെ സിമ്പിൾ എഴുതും. അതിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ അതിന് ഡോട്ട് അല്ലെങ്കിൽ ക്രോസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഡോട്ട്സ് വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജന് ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അത് തന്നെയാണ് അതിൻ്റെ വാലൻസ് ഷെൽ. അപ്പോൾ ബാലൻസ് ഇലക്ട്രോൺ ഓൺലി 1, അപ്പോൾ ഒരു ഡോട്ട് വെച്ച് കാണിച്ചിരിക്കുന്നു. ഇനി ലിഥിയത്തിന് ആകെ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s1. അപ്പോൾ ഇതിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലാണ്. അപ്പോൾ അവിടെ ഓൺലി 1 ഇലക്ട്രോൺ. അപ്പോൾ ലിഥിയത്തിൻ്റെ ലൂയിസ് സിമ്പിൾ എഴുതുമ്പോൾ ആ ഇലക്ട്രോൺ മാത്രം കാണിച്ചാൽ മതി, ഒരു ഡോട്ട് ഇടാം. ബെറിലിയത്തിൻ്റെ കേസിൽ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് 2 ഡോട്ട്സ് വെച്ച് കാണിച്ചിരിക്കുന്നു. ബോറോൺ ആണെങ്കിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ബോറോണിൻ്റെ സിമ്പിൾ എഴുതി 3 ഇലക്ട്രോൺസ് അതിന് ചുറ്റും കാണിക്കാം. കാർബൺ ആണെങ്കിൽ 4, ഇതുപോലെ ഹാലജൻസ് ആണെങ്കിൽ അതിൻ്റെ സിമ്പിൾ എഴുതി അതിന് ചുറ്റും 7 ഇലക്ട്രോൺസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൂയിസ് സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ചോദിക്കാം. ഇനി ഈ ഇലക്ട്രോൺസിൻ്റെ നമ്പർ തന്നെയാണ് അതിൻ്റെ വാലൻസി. ഇനി ഹയർ എലമെൻറ്റ്സിൻ്റെ കേസിൽ നൈട്രജൻ, ഓക്സിജൻ, അതുപോലെ തന്നെ ഹാലജൻ ഫാമിലിയിലൊക്കെ വരുമ്പോൾ നമ്മളതിൻ്റെ വാലൻസി കണ്ടുപിടിക്കാൻ വേണ്ടി 8 മൈനസ് വാലൻസ് ഇലക്ട്രോൺസ് അതിൻ്റെ നമ്പർ മൈനസ് ചെയ്യണം. അപ്പോൾ 8 മൈനസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, അപ്പോൾ അതായിരിക്കും അതിൻ്റെ വാലൻസി വരിക. ഫോർ എക്സാമ്പിൾ ഹാലജൻസിൻ്റെ കേസിൽ 8 മൈനസ് ഇവിടെ വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. അപ്പോൾ ഇവിടെ 8 മൈനസ് 7, അപ്പോൾ അതായത് 1, അപ്പോൾ ആയിരിക്കും വാലൻസി വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ എലമെൻറ്റിൻ്റെ വാലൻസി കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വരുന്നത് ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂൾ തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഒക്ടറ്റ് റൂൾ അനുസരിച്ച് ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത് അതിന് ഒക്ടറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടാൻ. അപ്പോൾ അതിനെയാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ആറ്റംസ് തമ്മിൽ ഒന്നുകിൽ അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും, ഒരു ആറ്റത്തിൽ നിന്ന് വേറൊരു ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ നോബിൾ ഗ്യാസിൻ്റെ കേസിൽ അതിൻ്റെ വാലൻസ് ഷെൽ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കി നിയോൺ 2 ഷെല്ലുണ്ട്. വാലൻസ് ഷെൽ എന്നുള്ളതാണ് ഈ ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പോൾ അവിടെ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് 8 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുക. അപ്പോൾ ഈ ഒക്ടറ്റ് റൂൾ എന്താണെന്ന് പഠിക്കണം. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ലിമിറ്റേഷൻ. അതായത് എല്ലാ മോളിക്യൂൾസും ഈ ഒക്ടറ്റ് റൂൾ സാറ്റിസ്ഫൈ ചെയ്യണില്ല.
അപ്പോൾ ഏതൊക്കെയാണ് വയലേറ്റ് ചെയ്യണേ അല്ലെങ്കിൽ ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻ, അപ്പോൾ അത് പഠിക്കണം. ഫസ്റ്റ് വരുന്നത് ദർ ആർ മോളിക്യൂൾസ് വിത്ത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്, അതായത് ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല, 8 ഇലക്ട്രോൺസിനേക്കാളും കുറവേ വരുന്നുള്ളൂ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. സ്റ്റിൽ ദോസ് മോളിക്യൂൾസ് ആർ സ്റ്റേബിൾ. അപ്പോൾ അതാണ് ഫസ്റ്റ് ലിമിറ്റേഷൻ. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ലിത്തിയം ക്ലോറൈഡ്, ബെർലിയം ഹൈഡ്രൈഡ്, ബോറോൺ, ട്രൈക്ലോറൈഡ്. അപ്പോൾ ഇതിലൊക്കെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 8 ഇലക്ട്രോൺസ് വരുന്നില്ല. അപ്പോൾ ഇവിടെ ലിഥിയത്തിന് ചുറ്റും 2 വരുന്നുള്ളൂ. ഇവിടെ ബെർലിയമാണ് സെൻട്രൽ ആറ്റം, അതിന് ചുറ്റും 4 ഇലക്ട്രോൺ. BCl3യിൽ ബോറോണിന് ചുറ്റും 6 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെയൊന്നും ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. അപ്പോൾ ഈ മോളിക്യൂൾസ് എല്ലാം ഇൻകംപ്ലീറ്റ് ഒക്ടറ്റിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ലിമിറ്റേഷൻ വരുന്നത് ദർ ആർ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ. ഓഡ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നോക്കി, ഇപ്പോൾ ഇവിടെ കണ്ടോ, ഓഡ് ഇലക്ട്രോൺ, ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന മോളിക്യൂൾസ് ആണ് നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. അപ്പോൾ അവിടെയൊന്നും ഒക്ടറ്റ് റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് പോയിൻറ്റ്സ് ഓർത്ത് വെച്ചാൽ മതി, ഞാൻ നോട്ട്സ് തരാം. നെക്സ്റ്റ് ലിമിറ്റേഷൻ വരുന്നത് മോളിക്യൂൾസ് വിത്ത് എക്സ്പാൻഡഡ് ഒക്ടറ്റ്, അതായത് 8നേക്കാളും കുറവ് ഇലക്ട്രോൺസ് വരുന്ന പോലെ തന്നെ ചില മോളിക്യൂൾസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മോർ ദാൻ 8 ഇലക്ട്രോൺസ് വരും. അപ്പോൾ അതിനെയാണ് മോളിക്യൂൾസ് വിത്ത് എക്സ്പാൻഡഡ് ഒക്ടറ്റ് എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് PF5, അതുപോലെ PCl5, SF6. ഇതൊക്കെ മോളിക്യൂൾസ് വിത്ത് എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. അപ്പോൾ ഇവിടെ സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആണ്, ഇവിടെ സൾഫർ, അതുപോലെ ഇവിടെയും സൾഫർ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മോളിക്യൂൾസിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ദർ ആർ മോർ ദാൻ 8 ഇലക്ട്രോൺ. ഇവിടെ ഫോസ്ഫറസിൻ്റെ കേസിൽ 10 ഇലക്ട്രോൺസ് ആണ് വരിക. കാരണം ഇവിടെ ഫോസ്ഫറസിന് ചുറ്റും 5 ബോൺസ് ഉണ്ട്. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ടോട്ടൽ 10 ഇലക്ട്രോൺസ് ആണ്. SF6 ആണെങ്കിൽ സൾഫറിന് ചുറ്റും 6 ബോണ്ട് ഉണ്ട്. അതായത് 12 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം മോളിക്യൂൾസ് വിത്ത് എക്സ്പാൻഡഡ് ഒക്ടറ്റിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ലിമിറ്റേഷൻ വരുന്നത്, ഇപ്പോൾ 2-3 എക്സാമ്പിളെങ്കിലും ലിമിറ്റേഷനെങ്കിലും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വരുന്നത് നോബിൾ ഗ്യാസസ് കെമിക്കലി ഇനേർട്ടാണ്, അതായത് വേറെ ആരായിട്ടും കമ്പൈൻ ചെയ്യില്ല. കാരണം അതിനെ അങ്ങനെ ഒരു കെമിക്കൽ കോമ്പിനേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ ഒക്ടറ്റ് റൂൾ അനുസരിച്ച് നോബിൾ ഗ്യാസസ് വേറെ ഏതൊരു ആറ്റമായിട്ടും കമ്പൈൻ ചെയ്യില്ല. പക്ഷേ ദർ ആർ സം കോമ്പൗണ്ട്സ് ഓഫ് നോബിൾ ഗ്യാസസ് ലൈക്ക് XeF2, KrF2, XeOF2. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോബിൾ ഗ്യാസിന് ചുറ്റും മോർ ദാൻ 8 ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഒക്ടറ്റ് റൂള് സാറ്റിസ്ഫൈ ചെയ്യണില്ല. അപ്പോൾ ഇത് ഒരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ് ലിമിറ്റേഷൻ വരുന്നത് ദിസ് തിയറി ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദ ഷേപ്പ് ഓഫ് മോളിക്യൂൾ. മോളിക്യൂൾസിൻ്റെ ഷേപ്പിനെ കുറിച്ചൊന്നും പറയണില്ല. വേറൊരു ലിമിറ്റേഷൻ വരുന്നത് ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾസ്. റിലേറ്റീവ് സ്റ്റെബിലിറ്റിനെ കുറിച്ചൊന്നും പറയണില്ല. ബീങ് ടോട്ടലി സൈലൻറ്റ് അബൌട്ട് ദി എനർജി ഓഫ് ദ മോളിക്യൂൾ. മോളിക്യൂൾസിൻ്റെ എനർജിയോ അല്ലെങ്കിൽ റിലേറ്റീവ് സ്റ്റെബിലിറ്റിയോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻ. 2-3 എക്സാമ്പിൾസ് എങ്കിലും ലിമിറ്റേഷനെങ്കിലും ഓർത്ത് വെച്ച് പഠിക്കണം, ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്.